എന്റെ വേളാങ്കണ്ണി മാതാവേ, ഈ പണപ്പെട്ടി നന്നായിട്ട് നടക്കണേ, കാര്യമായിട്ട് അനുഗ്രഹിക്കണേ. മുതലാളി മുതലാളി ഇന്നും യാ കാണുന്നില്ല. ഈ എടുത്തുകൊണ്ട് പോകുന്ന അലവലാതിയൊക്കെ കയ്യും കാലും പിടിച്ച് എന്റെ അടുത്ത് വരും. പലിശക്ക് പണവും ചോദിച്ചു. അറക്കണ പലിശയല്ലേ മുതലാളി? അറക്കൽ ഫൈനാൻസിന് പകരം അറക്കൽ ഫൈനാൻസ് മതി. പോയി ശരിയാക്കടാ. നമസ്കാരം. എന്താടോ, പണ്ടോ ആധാരോ? ഞാൻ താമരാക്ഷൻ പിള്ളയുടെ കാര്യത്തിന് വന്നതാ. വാ വാ. താമരാക്ഷൻ പിള്ളി പറമ്പ് തെറഞ്ഞു നിൽക്കാൻ തുടങ്ങിയിട്ട് മാസം. താമരാക്ഷൻ പിള്ളയെ പീസ് പീസാക്കി മാർക്കറ്റിൽ എത്തിക്കുന്ന കാര്യം ഞാൻ ഏറ്റു. ഒന്ന് കണ്ടോട്ടെ. അതെ, ഇനി ഇതിന്റെ ഓണർ വന്നു വല്ല പ്രശ്നം ഉണ്ടാക്കുവോ? എന്ത് ഓണർ, ഏത് ഓണർ, എവിടത്തെ ഓണർ? അവരിപ്പോ എവിടെയാണെന്ന് മുകളിലിരിക്കുന്നതിന് മാത്രമേ അറിയൂ. അങ്ങനെ മുകളിലിരിക്കുന്നവന് മാത്രം അറിയാമെന്ന് പറയരുത്. എനിക്കറിയാമായിരുന്നെങ്കിലേ ഞാൻ അങ്ങേരം പ്രതീക്ഷിച്ചിട്ട് മുകളിൽ താമസിക്കും ഒരാഴ്ച ആയിട്ട്. ഒരു മിനിറ്റ്, ഇയാൾ ആരാ? ഈ ബസിന്റെ മുതലാളിയുടെ അച്ഛന്റെ അടുത്ത ബന്ധുവാ ഞാൻ. സുന്ദരൻ. കളിയാക്കണ്ട, ഇങ്ങനെ വെയിൽ കൊണ്ട് കോലം കടയേണ്ട ആളല്ല ഞാൻ. അങ്ങ് ദുബായിൽ ഷെയ്ക്കിന്റെ അണ്ടറിൽ കഴിയേണ്ടവനാ. മുതലാളി ആയിരിക്കും. ബെൻസിലോ? ബെൻസിൽ വരണമെങ്കിലേ അവന് 7 ജന്മം ജനിക്കണം. കണ്ടോ, കണ്ടില്ലെങ്കിൽ കണ്ടോ, ഇന്നലെ വരെ പിച്ചക്കാരനായിരുന്ന മുതലാളി ഇന്ന് പണക്കാരനായി ആവേശത്തിന് തിരിച്ചു വന്നിരിക്കുന്നു. സുന്ദര, ലിഫ്റ്റ് തന്നേനെ താങ്ക്സ്. ചായ കുടിക്കാൻ എന്തെങ്കിലും? ഒന്നും വേണ്ട. അല്ല, എനിക്കെന്തെങ്കിലും തന്നിരുന്നെങ്കിൽ രാവിലെ ഒന്നും കഴിച്ചിട്ടില്ലേ, ഗിഫ്റ്റ് ആയിട്ട് തന്നാലും മതി. ഒന്ന് പോടോ. അല്ല, സൂക്ഷിച്ചൊക്കെ പോണേ, ഓപ്പോസിറ്റ് പാണ്ടിലോറ് വരുന്നതാ. ഉണ്ണികൃഷ്ണ, ആ ക്യാഷ് എടുത്ത് ഇയാളെ അണ്ണാക്കിലേക്ക് തള്ളു. ആക്രാന്തം തീരട്ടെ. എടാ, നമ്മുടെ വണ്ടി പൊളിക്കാൻ പോണേരുന്നടാ. സുന്ദര, സ്റ്റോപ്പ്. കാശ് തരാൻ സ്വല്പം വൈകിയെന്ന് കരുതി ദ്രോഹിക്കരുത്. എങ്ങനെ മനസ്സ് വന്നു ഇത്ര മനോഹരമായി ഈ വണ്ടി തല്ലിപ്പൊളിക്കാൻ? പോടോ. എന്റെ അവറ മുതലാളി, എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായുള്ള ലാസ്റ്റ് എവിഡൻസ് ആണ് ഈ ബസ്. അതിൽ തുടരുത്. എന്നെയും തുടരുത്. സോറി. രൂപ താടോ. രൂപ? മുതലാളിക്കുന്ന രാവിലെ ഞാൻ 10,000 രൂപ. 10,000 ഉള്ളത് കണ്ടിട്ട് വണ്ടി എടുത്തിട്ട് പോടും. അല്ല, തരണോന്നുള്ള ആഗ്രഹമായിട്ട് വന്നാണ്, പക്ഷെ കിട്ടണ്ടേ. ആഹാ, അപ്പൊ ഒന്നുമില്ലാതാണ് കയറി വന്നതല്ലേ? പലിശയെങ്കിലും കിട്ടുമെന്ന് വിചാരിച്ചു. നോക്കി നിൽക്കാതെ പൊളിക്കാം. മുതലാളി ഇൻസൾട്ട് ചെയ്യരുത്. പട്ടിണി കിടന്നപ്പോ പോലും ഞാൻ ചെയ്യാത്ത ഒന്നുണ്ട്. ഇനി എനിക്ക് മേലും കീഴും സുന്ദര വിട. അരഞ്ഞാണോ? എനിക്ക് 3 വയസ്സുള്ളപ്പോ മുത്തച്ഛൻ എന്റെ അരയെ കിട്ടിയതാ. എടുത്തു. ഇതെന്താ ചരട്? 3 വയസ്സുള്ളപ്പോ എന്റെ അരവണ്ണം ദേ ഇത്രേ ഉള്ളൂ. ഞാൻ വളരുന്ന അനുസരിച്ച് ചരട് വെച്ച് എക്സ്റ്റെൻഡ് ചെയ്തതാ. തൽക്കാലം മുതലാളി ഇതെടുത്തിട്ട് എന്റെ വണ്ടി ഒന്ന് വിട്ടതാ. ഞാൻ എവിടെയെങ്കിലും പോയെന്ന് രക്ഷപ്പെടട്ടെ. അപ്പൊ ബാക്കി തരാം. എന്ന്? ഫെബ്രുവരി 30-ാം തീയതി. അതെ, അങ്ങനെ ഒരു ഡേറ്റ് ഉണ്ടെങ്കിൽ തന്നിരിക്കും. ഓക്കെ, വണ്ടി എടുത്തിട്ട് പോയിക്കോ. സുന്ദര, വണ്ടി കയറാ. എടുത്ത് മാറ്റടാ ഇയാടാ. അയ്യോ, അപ്പൊ ഫെബ്രുവരി 30. ഫെബ്രുവരി 28 ഉള്ളേ. കുറെ നാളായി നിന്നെ കൈ കിട്ട കാത്തിരിക്കുകയായിരുന്നു ഞാൻ. നിനക്ക് കറണ്ട് ഞാൻ വേറെ ഒന്നും കണ്ടില്ലല്ലേ? എന്റെ പാസ്പോർട്ട് തന്നെ വേണമായിരുന്നല്ലേ? ഉണ്ണി, എന്താ? അവനെവിടെ ഇരിപ്പുണ്ട്. ആര്? എലി. എന്റെ പാസ്പോർട്ട് കറണ്ട് ചെയ്യുന്നില്ലേ? എവിടെ? ഷെൽഫിന്റെ അകത്ത്. സുന്ദര, നീ എന്താ കാണിക്കുന്നേ? തരാടാ. എടാ, ഇപ്പൊ സിഗല്ലാവുന്ന്. സുന്ദര, കടത്ത്. അത് മിസ്സായി. നിക്കാനേ പറഞ്ഞു. സിഗല്ലായി. പോയി. വണ്ടി എടുക്കടോ. ഇങ്ങോട്ട് എടുക്കടോ. ഈശ്വര, ദേ വരുന്നു. സാറിനും കുട്ടികൾക്കെല്ലാം സുഖം തന്നെയല്ലേ? താൻ എന്തോ ഉണ്ടാക്കുവാടോ? അയ്യോ, വണ്ടി എടുത്ത് മാറ്റോ. എടുത്ത് മാറ്റാൻ എനിക്ക് ആഗ്രഹമില്ലഞ്ഞിട്ടല്ല സാർ. വണ്ടി പിന്നെ ന്യൂട്രലിലാ കിടക്കണേ. ഫസ്റ്റിലിട്ട് അങ്ങോട്ട് എടുക്കടാ. അതാ സാർ പറഞ്ഞു വരുന്നത്. എന്റെ ഒരു ഫ്രണ്ട്
ഫ്രണ്ട് എന്ന് വെച്ചാ അച്ഛന്റെ ഒരു അകന്ന ബന്ധുവാ. അവന്റെ പാസ്പോർട്ട് വണ്ടിയുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ വെച്ചിരുന്നു. അതൊരു എലി കരണ്ടു. ആ എലിയെ ഇപ്പൊ അവൻ കണ്ടു. അതിനെ കൊല്ലാൻ വേണ്ടി ഗിയറിന്റെ ലിവർ ഊരിക്കൊണ്ട് ഇറങ്ങി ഓടിയിരിക്കുകയാണ്. അവനിപ്പോ വരും. സാർ അകത്തേക്ക് കയറിയിരിക്കേ. എന്താ വെയില്. സാറ് വല്ലാതെ കറുത്തു. വാ സാർ അകത്തേക്ക്. ഈശ്വര വീരപ്പൻ കുറിപ്പ്. ഓക്കെ സാർ. നീ എന്താണ് തമാശ കളിക്കണം? കഴിഞ്ഞ ആഴ്ച കലൂർ ബസ് സ്റ്റാൻഡിനടുത്ത് 1.5 മണിക്കൂർ ട്രാഫിക് ജാം ഉണ്ടാക്കിയത് നീയല്ലടാ? സാറിന് അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ ചിലപ്പോ ഞാനായിരിക്കാം. റാസ്കൽ, നിന്റെ അച്ഛനെ വഴിയാണ് റോഡ്. ഫസ്റ്റ് നിന്റെ കണ്ടപ്പോഴേ ഞാൻ ലാസ്റ്റ് വാണിംഗ് തന്നാണ്. ഈ പാട്ടയും കൊണ്ട് റോഡിലേക്ക് തെണ്ടാൻ ഇറങ്ങരുതെന്ന്. സുന്ദരാ, ആ, നീ അങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട. അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാൻ സുന്ദരനാണെന്ന്. സാറിനല്ല, ഞാൻ വേറെ ആളെ വിളിച്ചതാ. വണ്ടി എടുത്ത് മാറ്റടാ തെണ്ടി. ഇനി മാറി കാലെ കൊണ്ടതാ. കൊല്ലും ഞാൻ. കാറിന്റെ അകത്ത് കയറല്ലേ നീ? അയ്യോ, അത് വിട്ടോ. എലി, എലി. വൃത്തിയിലാണ് ചാവേ. എന്താണ് എലി എലി. എലിയല്ലടാ, പുലിയ. ഓടരുത്. നിനക്ക് എന്താ ഭ്രാന്ത് പിടിച്ചത്? അതാണ് എനിക്ക് ഭ്രാന്താ. എന്റെ ജീവിതം തകർത്ത എലിയെ വക വരുത്തിട്ട് ഇനി വേറെ കാര്യമുള്ളൂ. ഈ ലിവർ കിട്ടിയിട്ട് വേണം വണ്ടി എടുക്കാൻ. ഇതേ ലിവർ കൊണ്ടുപോണ എലിയുടെ ലിവർ എനിക്കും തകർക്കാൻ. ഇത് കളക്ടറേറ്റ് റോഡാണ്. കളക്ടറേറ്റ് റോഡിൽ വെച്ച് എലിയെ കൊല്ലാൻ വേണം നിയമമുണ്ടോ? ജാം. ജാമോ? അതും അവൻ തിന്നു. ആ ജാം അല്ല, ട്രാഫിക് ജാം. നമ്മുടെ വണ്ടി മാറ്റിയിട്ട് വേണം ഈ വണ്ടികൾക്കൊക്കെ പോവാൻ. കഴിഞ്ഞ ആഴ്ച നമ്മൾ കലൂരുണ്ടാക്കിയ ട്രാഫിക് ജാമിന്റെ അത്രം പോരാ. അന്ന് നിന്റെ മോന്തയുടെ ഷേപ്പ് അടിച്ച് മാറ്റിയ CI വീരപ്പൻ കുറിപ്പാടെ കലിതുള്ളി നിൽപ്പുണ്ട്. ഇങ്ങെടുത്താ. വണ്ടി മാറ്റണം. ഓ, കിട്ടി സാർ, കിട്ടി. ആരുടെ ഇവൻ? ഇതാണ് സുന്ദരൻ. ഇവനെയാണോ സുന്ദരാന്ന് വിളിച്ചത്? വണ്ടി എടുക്കണം. ഓ സാർ, അയ്യോ, വണ്ടി ഞാൻ എടുത്തോളാം സാർ. ആരുടെ പുറകിൽ അടിച്ചത്? ഏ? ആരടാ? അയ്യോ, ഓ, നീയാണല്ലേ? ഒന്ന് പിടിക്ക്. എന്താണ് ഇത്? ഡോറ. അയ്യോ, കേറുമ്പോ ബാക്കിൽ നിന്ന് വിളിക്കല്ലേ. നീ എന്താണ് വണ്ടി പൊളിച്ചെടുക്കുന്നു? ഇപ്പൊ ശരിയാക്കാം സാർ. വാതില് വാതില്. അയ്യോ, വണ്ടി എടുക്കണ. എടുക്കാം സാർ. ഒന്ന് മാറണം. എന്താടാ? വണ്ടി ഓഫായി പോയി. വണ്ടി ഓഫായി പോയി. പോയി വണ്ടി അല്ലടാ. വേഗം ചെല്ലടാ. സാറേ, അവൻ പറ്റിക്കും. തള്ളൂല. ഒന്ന് പോയി നോക്കൂ. സാറേ, ഒന്ന് കൈവെക്കാം. പിന്നെന്താ? മതിയോ? വണ്ടിയുമ്പോ കൈവെക്കാമോ എന്നാണ് ചോദിച്ചത്. വണ്ടി തള്ളടാ മര്യാദക്ക്. എന്നോട് വണ്ടി തള്ളടാ. നിന്റെ അപ്പനോട് പറയടാ. ഉണ്ണി, ഞാനും വേണി പുറത്താണ്ടാ. വണ്ടി നിർത്തടാ. എടാ പട്ടി, പിന്നെ നിർത്തിയാ എടുത്തോണ്ട് പോണാ. അയ്യോ, ഒന്നെലുങ്കി പോയി. ഉണ്ണിയടാ, വണ്ടി നിർത്തടാ. ഞാൻ പുറത്താണ്ടാ. കാണിച്ചുതരാടാ. ഞാനിവിടെ കാണിച്ചോണ്ടിരിക്കണ്ട. ഹലോ എവരിബഡി, നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. പാമ്പുകൾക്ക് മാളമുണ്ട്, പറവകൾക്ക് ആകാശമുണ്ട്, മനുഷ്യപുത്രന് തലചായ്ക്കാൻ മണ്ണിൽ ഇടമില്ലെങ്കിലും ബസ്സിൽ ഇടം കണ്ടെത്താം എന്ന് തെളിയിച്ച മിസ്റ്റർ ഉണ്ണികൃഷ്ണനാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, യു ആർ വെൽക്കം. സ്വന്തം കിടക്ക ബസ്സിൽ വിരിക്കേണ്ടി വന്ന സാഹചര്യത്തെ കുറിച്ച് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ എയർനെറ്റ് ടെലിവിഷൻ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് വിവരിക്കാമോ? ഹലോ ചെക്ക്. ഹലോ ഹലോ. അതൊക്കെ കഴിഞ്ഞു. നമസ്കാരം. എൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. ഞാനാണ് ഇതിന്റെ ഈ വണ്ടിയുടെ മുതലാളി. പോയെ പോയെ. തൃശ്ശൂർ ജില്ലയിലെ ഇരിങ്ങാലക്കുട പഞ്ചായത്തിൽ തൃക്കോട്ടൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ അത്ര പരിചിതനല്ലെങ്കിലും ഇരിങ്ങാലക്കുട താമരാക്ഷനെ നിങ്ങൾ എല്ലാവരും അറിയും. മനസ്സിലായില്ല. മനസ്സിലായില്ല? ഒരു ക്ലൂ തരാം. ഓ. തൃശ്ശൂർ പൂരത്തിന് എഴുന്നള്ളിപ്പിന് മുമ്പിൽ തന്നെ ഉണ്ടാവും തലയെടുപ്പോടെ. ഓ, ആന. ആനയല്ല, എന്റെ അച്ഛനാ. ചെണ്ട വിദ്വാൻ ഇരിങ്ങാലക്കുട താമരാക്ഷൻ പിള്ള. അദ്ദേഹം 1998 ഡിസംബറിലെ മഞ്ഞുള്ള ഒരു രാത്രിയിലാണ് അത് സംഭവിച്ചത്. എന്ത് സംഭവിച്ചത്? തൃപ്രയാർ ശിവക്ഷേത്രത്തിൽ ഉത്സവം കഴിഞ്ഞ് ചെണ്ടയും തൂക്കി അച്ഛൻ നടന്നു വരികയാണ്. അച്ഛൻ പോലും പ്രതീക്ഷിക്കാതെ അപ്രതീക്ഷിതമായിട്ടാണ് ക്രിസ്റ്റഫർ ബാക്കിൽ വന്ന് ഇടിച്ചത്. ആരാ ഈ ക്രിസ്റ്റഫർ? ചാവക്കാട് പറവൂർ റൂട്ടിലോടുന്ന സൂപ്പർ ഫാസ്റ്റ് പാസഞ്ചർ.
അമ്മ നേരത്തെ മരിച്ചുകൊണ്ട് ഞാൻ ആകെ ഒരു മകനെ ഉണ്ടായിട്ടുള്ളൂ. അച്ഛന്റെ എല്ലാ ചികിത്സാ കാര്യങ്ങളും നോക്കിയിരുന്ന ഞാനാണേ. ഓ അതുകൊണ്ട് പഠിത്തം ബ്ലോക്കായി. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ഏതൊരു പഠിച്ചു? ഞാൻ പ്രീ ഡിഗ്രി ഫെയിൽഡാ. എഴുതിരുന്ന് ജയിച്ചനെ. കൃത്യം 89-ാം ദിവസം എന്റെ അച്ഛൻ എന്റെ ഈ കൈ കിടന്ന ഈ കൈ കിടന്ന അച്ഛൻ മരിച്ചു. ഇൻഷുറൻസ് ക്ലെയിമിന് വേണ്ടിയിട്ടുള്ള കേസ് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ വണ്ടിയുടെ മുതലാളിയും എന്റെ അഡ്വക്കേറ്റും തമ്മിൽ സംസാരിച്ച് ഒരു ഒത്തീർപ്പിൽ വന്നു. കേസ് പിൻവലിച്ചു കഴിഞ്ഞ ഒരു ബസ് തരാന്ന് പറഞ്ഞു. അപ്പൊ കുറച്ച് പണം കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ ചെലവായി പോകുന്നു, വണ്ടിയാണെങ്കിൽ ഒരു അസറ്റായിട്ട് കയ്യിലിരിക്കുന്നു അഡ്വക്കേറ്റാ പറഞ്ഞത്. ഞാനാണെങ്കിൽ അപ്പൊ അത് സമ്മതിക്കുകയും ചെയ്തു. പിന്നീടാണ് അതിന്റെ ഒരു ചതി എനിക്ക് മനസ്സിലായത്. കിട്ടിയ വണ്ടി നേരെ ചെവ ഓടാൻ വേണ്ടിയിട്ട് ഈ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 4 സെന്റ് 85 ലിങ്സ് പുരയിടോ, ആ പണയം വെച്ച വീട് സ്ഥലവും എനിക്ക് വിൽക്കേണ്ടി വന്നു. പിന്നീട് കിടക്കാൻ ഒരു സ്ഥലമില്ലാതായപ്പോഴാണ് എന്തുകൊണ്ട് വണ്ടി തന്നെ ഒരു വീടാക്കി കൂടാ എന്നൊരു ചിന്ത ഉണ്ടായത്. അച്ഛന്റെ പേര് തന്നെയാണ് വണ്ടിക്ക് ഇട്ടിരിക്കുന്നത്. ഇതാരാ? അച്ഛന്റെ അകന്നൊരു ബന്ധുവാ. ആരും പണിയൊന്നും കൊടുക്കാത്തോണ്ട് എന്റെ കൂടെ കൂടിയിരിക്കാ. വല്ലതും തിന്നും കഴിച്ചു പോക്കട്ടെ ഞാനും വിചാരിച്ചു. അതെ, വായും വെള്ളമൊക്കെ ഫ്രീ ആയിട്ട് ഇട്ടുകൊണ്ട് പിന്നെ ജീവിക്കാമല്ലോ. എന്താ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ ജോലി? ജോലി ഇതിനിങ്ങനെ മേച്ചടക്കാന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ ജോലിയല്ലേ. ഞാൻ ഉദ്ദേശിച്ചത് വരുമാനത്തെ കുറിച്ചാണ്. ജീവിക്കാൻ കാശ് വേണമല്ലോ. ബസ്സിന് ഡീസൽ അടിക്കണം, അതുപോലെ പിന്നെ ഇതിനധികം ഡീസലൊന്നും അടിക്കണ്ട. പാതി മുക്കാലും മാൻ പവറിലാ ഓടുന്നത്. മാൻ പവറിലോ? ഹലോ, ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഈ മാൻ പവർ ബ്ലോക്ക് ആക്കി. അച്ഛന്റെ അകന്ന ബന്ധുവാണെങ്കിലും ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ. വിഡ്ഢിത്തിരെ പറയുള്ളൂ, തെണ്ടി. അത്യാവശ്യം ഓടുന്ന ബസ്സാണല്ലോ ഇത്. അത്യാവശ്യത്തിന് മാത്രം ഓടാറില്ല. നന്നായിട്ട് ഓടും. നല്ല പുള്ളിങ്ങുള്ള എഞ്ചിനാ. പിന്നെ പുള്ളിക്ക് ബാക്കിലേക്ക് പോയി. നീ ബസ്സിന്റെ ബാക്കിലേക്ക് ബാക്കിൽ സദ്യ നടക്കണ്ട. ഞാനും കൂടി പെടട്ടടാ. ഇയാള് പെടാണ്ട് എടുക്കാൻ പറ്റുമോ? കുറച്ച് ദാരിദ്ര്യം ഫീൽ ചെയ്യുന്നില്ലേ? മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഒരു ഉപജീവന മാർഗമായിട്ട് ഈ വണ്ടി ഉപയോഗിക്കാമല്ലോ. ആ വഴിക്ക് എന്തെങ്കിലും ശ്രമം നടത്തിയിട്ടുണ്ടോ? ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടോന്ന് ചോദിച്ചാൽ ഞങ്ങൾ തീർച്ചയായിട്ടും ഉപയോഗിച്ചിട്ടുണ്ട്. അതായത് 2000 ജൂൺ മാസം 1-ാം തീയതിയാണ് ഞങ്ങൾ ഇവനെ ആദ്യമായിട്ട് ഉപയോഗിച്ചത്. അത് എടാ, ഒരു ഓട്ടോ ഒപ്പിച്ചിട്ടുണ്ട്. കല്യാണ പാർട്ടിയാ. കാക്കനാട് ആമ്പല്ലൂർ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം വരെ 112 ലോട്ടിൽ വരും. എന്നത്തേക്കാ? മറ്റന്നാളോ? പെട്ടെന്നായോ? മടത്തിപ്പറമ്പ് ട്രാവൽസിനെ ഒരു ബുക്ക് ചെയ്തിരുന്നത്, ഞാനത് വെട്ടി. റേറ്റ് എത്ര പറഞ്ഞു? 1200 ഞാനങ്ങ് ഉറപ്പിച്ചു. 1200 രൂപ. മറ്റുള്ള വണ്ടിക്കാര് റിട്ടേൺ അടക്കം 2500 രൂപ വാങ്ങുന്നുണ്ട്. എടാ, അമേരിക്കയും സൊമാലിയും തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട്, അറിയോ? മനസ്സിലായില്ല. എടാ, 2500 രൂപ കൊടുത്ത നല്ല ലക്ഷറി കോച്ച് കിട്ടും. നമ്മുടെ വെറും ബിക്ഷറി കോച്ചല്ലേ. ഈ ലൊടുക്ക് വണ്ടി എങ്ങനെ അവർ കണ്ടിട്ടുണ്ടെങ്കിൽ വെറുതെ ഓടാന്ന് പറഞ്ഞാൽ ഒരു വേണ്ടാന്ന് പറയും. എന്റെ വണ്ടി ഇൻസൾട്ട് ചെയ്ത് സംസാരിച്ചിട്ടുണ്ടല്ലോ. അയ്യോ, ഇതൊരു പാവപ്പെട്ടവന്റെ കല്യാണമാണ്. ഒറ്റ വണ്ടിയേ ഉള്ളൂ. ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും അമ്മയും അമ്മായി അമ്മാവനും ബന്ധുക്കളും ഫ്രണ്ടുക്കളും ഒക്കെ ഇതിലാണ് പോണത്. 2500 രൂപ വെച്ചാൽ അവര് ഓട്ടം വേണ്ടെന്ന് വെക്കുള്ളൂ. എടാ, എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറയേ. എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്താൽ മതിയാ. എന്നാ നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും. ഈ ഓട്ടം കഴിഞ്ഞിട്ടാണ് എന്റെ പാസ്പോർട്ട് ഒന്ന് ശരിയാക്കാൻ. പാസ്പോർട്ട് ഇതിന്ന് വല്ല മെച്ചം കെട്ടിട്ടുണ്ടോ വണ്ടിയുടെ ബ്രേക്ക് ഒന്ന് ശരിയാക്കാൻ? അപ്പൊ വണ്ടിക്ക് ബ്രേക്ക് ഇല്ലേ? ജീവിതം തന്നെ മൊത്തത്തിലൊരു കൈവിട്ട കളിയില്ലേ സുന്ദര. ചവിട്ടി നോക്കാം. അല്ല, വണ്ടി ഈ രീതിയിൽ നമ്മൾ എങ്ങനെ അങ്ങോട്ട് എഴുന്നള്ളിക്കും? നെറ്റിപ്പട്ടൊക്കെ കെട്ടിച്ച് ആന എഴുന്നള്ളിക്കൂലേ, അതുപോലെ എഴുന്നള്ളിച്ചാല. അതിനൊക്കെ ചെലവ് ഒരുപാടാവും. ചെലവ് ഒരുപാടാവും അല്ലേ? എടാ, വണ്ടിയുടെ ഓട്ടമുള്ള ഭാഗങ്ങളില് കൊച്ചു കൊച്ചു പൂക്കള്, കൊച്ചു കൊച്ചു ഇലകള് വച്ചടയ്ക്കുന്നു. സാധാരണ കല്യാണ വണ്ടി അലങ്കരിക്കില്ലേ, അതുപോലെ. ഒരു കാടളകി വരുന്നുണ്ടല്ലോ. സ്ഥലം എത്തിയോ ഉണ്ണികൃഷ്ണ? ചവിട്ടി പിടിച്ചോ. ഈ അട ഒന്ന് വെച്ചോട്ടെ, ബ്രേക്ക് കുറവല്ലേ. നമസ്കാരം ചെറുക്കന്റെ അച്ചോ. എന്താ ഇത്? വണ്ടി. ഈ കാടും പണ്ടൊക്കെ എന്തിനാ ചോദിച്ചത്? അത് അലങ്കരിച്ചിരിക്കല്ലേ. എങ്ങനെയുണ്ടോ അലങ്കാരം? ഐശ്വര്യമുള്ള ഒരു ചടങ്ങിന് പോവല്ലേ, അപ്പൊ കുറച്ച് റിച്ച് ആയിക്കോട്ടെ എന്ന് കരുതി വാഴ, മാവ്, വേപ്പ്, ചക്ക, മാങ്ങ, കുമ്പളങ്ങ, ഒതളങ്ങ തുടങ്ങിയ വൃക്ഷ ലതാതി പല മൂലാദികളും കൊണ്ടങ്ങ് അലങ്കരിച്ചു. വിഷ് യു ഹാപ്പി മാരീഡ് ലൈഫ്. ഞങ്ങളാരും അങ്ങനത്തെ ആൾക്കാരല്ല. ബെസ്റ്റ് ഫാമിലി. ദേ, ഇങ്ങനെയൊക്കെ അലങ്കരിച്ചു എന്ന് കരുതി ഞങ്ങൾ അഡീഷണൽ ബില്ലൊന്നും ചാർജ് ചെയ്യില്ല. അതൊക്കെ ഫ്രീയാ. അപ്പൊ ഇനി വൈകണ്ട, നമുക്ക് അങ്ങോട്ട് പോവാം. ഇപ്പോഴേയോ? ഇപ്പൊ പോയാലേ സമയത്തങ്ങ് എത്തുള്ളൂ. കാരണം വണ്ടി നല്ല കണ്ടീഷനാണ്. നമുക്ക് കാറ്റൊക്കെ കൊണ്ട് അങ്ങോട്ട് പോവാം. ബന്ധുക്കളൊക്കെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. നീ ഇവർക്ക് ചായ കൊടുക്കാൻ നോക്കി ചെല്ലു. വണ്ടി അങ്ങോട്ട് ഒതുക്കിയിട്ടോ. ഇഷ്ടം പോലെ സമയമുണ്ട്. ഇത്തിരി ദൂരമല്ലേ ഉള്ളൂ. കൊച്ചു വെളുപ്പിനെ പോണ കാര്യം എന്താ? ഇങ്ങനെ പോയാൽ സംഗതി കുഴയും. ശരിയാ, നമ്മൾ ഉത്സവിച്ചാലേ കാര്യം നടക്കൂ. ഇഡലിയും ചായയും. ഇഡലി ചായ ഓൺ ദ വേല നിർത്തിയെടുത്ത് മേടിച്ചേരാ. കേറിക്കോ. എല്ലാവരും കേറിക്കോളൂ. ചായ കുടിക്കും. കല്യാണച്ചക്കൻ അവൻ മേക്കപ്പ് ചെയ്യാൻ തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ടുള്ളൂ. സുന്ദര, അമ്മാവന്റെ ആദ്യത്തെ കല്യാണം ഇത്. ആദ്യത്തേതും അവസാനത്തേതും. അയ്യോ,
അയ്യോ എന്റെ മീശ. സമയമില്ലാത്ത സമയത്ത് മീശോട്ടി കളിക്കാ കടിക്കും ഞാൻ. എല്ലാരും പോയി വണ്ടി കയറി കടിക്കും ആമ തുണി മാറട്ടെ പൊയ്ക്ക അല്ലല്ല അതെ ആരാ നിങ്ങളൊക്കെ? അതൊക്കെ വഴിയെ മനസ്സിലായിക്കോളും. എന്താ നിങ്ങൾ എന്നെ കളിയാക്കാണ്? ഞങ്ങളല്ലല്ലോ ആകാശവാണി തൃശ്ശൂർ തിരുവനന്തപുരം ആലപ്പുഴക്കാരല്ലേ. അവര് പറഞ്ഞു സമയം കളയത് ഇയാളെ സുന്ദരനാക്കോ സുന്ദര. സുന്ദര അനങ്ങാതിരുന്നോ, ഇന്ന് ഈ മീശമ ഞാനൊരു താജ്മഹാള് പണിയും. അനങ്ങിയാലത് കുത്തബ് മീനാറാകും. അടി ഉമ്മാക്കാൻ നോക്കണം, അതൊക്കെ രാത്രിയില്. ഫാനില്ല. പണ്ടാറ് ഇരുമ്പുണ്ടാക്കി. ഷർട്ടെടുക്ക്. പിന്നെയും പെറ്റിക്കോട്ടായ ആഫ്റ്റർ ഷേവ് നോക്കിയിരിക്കുന്നു. ഇടലെങ്കിൽ ഇടലി. പെട്ടെന്ന് പുറത്തില്ല ഉടിപ്പിക്കേ. അതോട് മാറ്റി ഉടിപ്പിച്ചു. ആഹാ മുടുക്കനായിപ്പ. സൂക്ഷിച്ച് ഇതേതാ ആരാ ഇവൻ? എവനൊന്നും വണ്ടിയൊക്കെ നോക്കുകയാണ്. അയ്യോ അമ്മാവന്റെ മോനാ കല്യാണച്ചക്കൻ. എവനെന്ത് പറ്റി? അയ്യോ ഒന്നും പറ്റിയതല്ല, ഇത് പുതിയ സ്റ്റൈലാ. ഓ പുതിയ ഫ്ലാഷ്. ഇപ്പോഴത്തെ പിള്ളേരുടെ ഓരോരോ കാര്യങ്ങള് കൊള്ളാവണ മക്കളെ. സമയം കളയാതെ അകത്തേക്ക് കയറാം. സമയമൊന്നും ആയിട്ടില്ല. രാഹുകാലം കഴിയാതെ കേറുന്ന പ്രശ്നമില്ല. എന്തോന്ന് രാഘുവാനം ഒന്നുമില്ല. നമ്മളൊക്കെ പിള്ളേരല്ലേ? അല്ല നമുക്കൊക്കെ പിള്ളേരില്ലേ? ഒറ്റ അടി വെച്ചിരിഞ്ഞ എല്ലാവരും കേറിയിരിക്കുക. കേറിയവരൊക്കെ അവിടെ ഇരിക്കും. രാഹുകാലം കഴിയാൻ ഞാനും എന്റെ മോനും കേറുന്ന പ്രശ്നമില്ല. എടാ എന്റെ കല്യാണത്തിന് ഒരു രാഹുകാലം കഴിയാൻ ഞാൻ ഇറങ്ങിയിട്ടില്ല. വെറുതെ അല്ല, ഭാര്യ ഇടിവെട്ടേറ്റ് മരിച്ചു. കല്യാണത്തിനല്ലേ എല്ലു പിടിക്കല്ലല്ലോ കൊണ്ടുപോകുന്നേ. അല്ല മണവാളം കേറില്ലേ? എടോ ഒരു നല്ല കാര്യത്തിന് മുമ്പ് വണ്ടി മുമ്പോട്ട് എടുക്കണ്ടേ? താൻ ആദ്യം വണ്ടി തിരിക്കി, എന്നിട്ട് ഞാൻ കേറാം. അല്ല വണ്ടി തിരിക്കാം, അവിടെ നിന്ന് മാറിയിരിക്കും. എടോ താൻ വണ്ടി എടുക്കടോ. വണ്ടി എടുക്കാം അവിടെ. എടോ വണ്ടി എടുക്കാൻ. എന്റെ അമ്മോ പത്ത് മണിക്കായിരുന്നു മുഹൂർത്തം. ഞങ്ങളിവിടെ എത്തിയപ്പോ 3 മണിയായി. അപ്പൊ കല്യാണം മുടങ്ങിയൊന്നുമില്ല. പെണ്ണിന്റെ പഴയ കാമുവിനെ എവിടുന്നോ തപ്പിപ്പിടിച്ച് മുഹൂർത്ത സമയത്ത് തന്നെ താലിയിട്ടിച്ച് സംഭവം മംഗളകരമാക്കി. തിരിച്ചു വരുമ്പോ ബ്രേക്കിൽ കാലി വെക്കേണ്ടി വന്നില്ല. വണ്ടിക്ക് നല്ല പുള്ളിങ് ആയിരുന്നു. മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, ഇതുവരെ നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ചാണ് പറഞ്ഞത്. ഇനി ഫ്യൂച്ചറിനെ കുറിച്ച്, ഭാവിയെ കുറിച്ച് എന്താണ് നിങ്ങളുടെ പ്രതീക്ഷകൾ? ഭാവിയെ കുറിച്ച് വളരെ നല്ല പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. ഈ വണ്ടി കുറച്ചൊക്കെ ഓൾട്ടർ ചെയ്തിട്ട് ഒരു മൊബൈൽ ഹെറിറ്റേജ് റെസ്റ്റോറന്റ് ആക്കി മാറ്റിയാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഒന്നുകൂടി വ്യക്തമാക്കിയാൽ? നല്ലതരം നാടൻ ഭക്ഷണങ്ങൾ ലഭിക്കുന്ന ചലിക്കുന്ന ഭക്ഷണശാല. അതായത് കണ്ണും പൂട്ടി പറഞ്ഞാൽ തട്ടുകട. വണ്ടർഫുൾ ഐഡിയ. അല്ല, എന്നാണ് ഈ ഹെറിറ്റേജ് റെസ്റ്റോറന്റിന് ഞങ്ങൾക്കൊക്കെ ആഹാരം കഴിക്കാനാവുക? താമസിയാതെ തന്നെ അതിനുള്ള സാധ്യതകൾ ഉണ്ടാവും. മഹാലക്ഷ്മി ബാങ്കിന്റെ കൊച്ചി മാനേജർ കൈമൾ സാറ് ഞങ്ങളെ ഭയങ്കരമായിട്ട് സഹായിക്കാൻ നേരിട്ടുണ്ട്. കൈമൾ സാറെ ഞങ്ങൾ ദൈവത്തിന്റെ പ്രതിരൂപമായിട്ടാണ് കാണുന്നത്. അതെ, ഹനുമാനെ പോലെ. എന്തത് കരിയേ മാറിയാ? ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ ഡ്രീം പ്രോജക്ട് മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. പിന്നെ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഈ ബസ് ഇന്ന് സിറ്റിയിൽ ഒരു സംസാര വിഷയമായിരിക്കുകയാണല്ലോ. അതിനെ കുറിച്ച് എന്തെങ്കിലും? സിസ്റ്ററെ, എവിടെ ഞങ്ങളുടെ ഈ ബസ് ഉണ്ടോ അവിടെയൊക്കെ ട്രാഫിക് ജാം ഉണ്ടായിരിക്കും. അത് ഞങ്ങളുടെ കുഴപ്പം കൊണ്ടല്ല. എന്നെ മനഃപൂർവ്വം കരിവാരിത്തേക്കാൻ കുറച്ച് ആൾക്കാർ ഇറങ്ങിയിരിക്കുകയാണ്. സത്യം പറയണമല്ലോ, ഇവിടെ ട്രാഫിക് ബ്ലോക്ക് ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ ട്രാഫിക് പോലീസുകാരാണ്. കംപ്ലീറ്റ് അഹങ്കാരികൾ. എന്റെ വണ്ടി എപ്പ കണ്ടാലും ഒരു പേപ്പട്ടിയെ തല്ലിക്കൊല്ലാനെന്ന പോലെ ഓടിച്ചിട്ട് ഇവിടുന്ന് എടുത്തോണ്ട് പോകാൻ പറയും. അവർക്ക് അതൊക്കെ ഒരു തമാശയാ. എന്തിന് ഈ ബസ് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് ഉത്തരവിട്ട് ഒരു ആർക്കിയോ ഉണ്ട്. പിച്ചച്ചട്ടിയിലെ കൈയിട്ട് വരുന്ന ഒരു തെണ്ടി. കൈയിട്ട് അവൻ ഈ സിറ്റിയിൽ കൊട്ടാരം പോലത്തെ ഒരു ബംഗ്ലാവ് പണിത് അവനിങ്ങനെ മരത്ത് കിടക്ക. കള്ളനവൻ, പെരുങ്കള്ളൻ. എന്റെ കൈ കിട്ടില്ല. സോറി. ഇനി മറ്റൊരു വലിയ മനുഷ്യനുണ്ട്. ഈ നാടിന്റെ കുന്തിരിക്കുമായ രോമാഞ്ചകഞ്ചുകിതനായ നോർത്ത് പോലീസ് സ്റ്റേഷനിലെ CI, ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട കുറുപ്പ് സാർ.
എന്നെ പൊക്കി പറഞ്ഞ് സോപ്പിടാനുള്ള പരിപാടിയാ കള്ളന്മാര്. വെറും കുറുപ്പെന്ന് പറഞ്ഞാൽ ആർക്കും മനസ്സിലാവില്ല. വീരപ്പൻ കുറുപ്പെന്ന് പറഞ്ഞാലേ നാട്ടുകാർക്ക് മനസ്സിലാവൂ. വീരപ്പൻ ആളെന്ത് ഡീസന്റാ, ആൾക്കാരെ കൊല്ലുള്ളൂ. പക്ഷെ ഈ വീരപ്പനാണെങ്കിലോ ഇഞ്ചിഞ്ചായി പിഴിഞ്ഞ് എല്ലും തോലാക്കി കളയും. മനുഷ്യരക്തം കുടിക്കുന്ന ഒരു DTS രക്തരക്ഷസായാണ്. കാക്കിയിട്ടാൽ താൻ ഒരു ചക്രവർത്തിയാണെന്നാണ് അവന്റെയൊക്കെ ഒരു ധാരണ. ഒരു മൂന്നാംകട ഗുണ്ടയുടെ ചായയും പന്നിയുടെ രൂപമുള്ള അവൻ എന്റെ കൈ കിട്ടി ചവിട്ടിരിച്ച് ചമ്മന്തിയൊക്കെ ഞങ്ങളെ പോലുള്ള പാവങ്ങളുടെ മെക്കിട്ട് കയറുന്ന, ഞങ്ങളെ മാന്യമായി ജീവിക്കാൻ സമ്മതിക്കാത്ത ഇവനെയൊക്കെ MG റോഡിൽ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് കുനിച്ചു നിർത്തി കൂമ്പിലിടിച്ച് ബാക്കിൽ മണ്ണെണ്ണ ഒഴിച്ച് വായിൽ തിരികെ കത്തിച്ച് ചാമ്പലാക്കണം എന്നാണ് എന്റെ ആത്മാർത്ഥമായ അഭിപ്രായം. ഈ നാട് നന്നാവണമെങ്കിൽ ആദ്യം ഭരണവർഗം നന്നാവണം, പിന്നെ പോലീസുകാർ നന്നാവണം. സോറി മിസ്റ്റർ നോ ഉണ്ണികൃഷ്ണൻ. സോറി, ഞാൻ സമ്മതിക്കില്ല. അല്ല, ഏയ്, നമുക്ക് അനുവദിച്ചിരിക്കുന്ന സമയം കഴിഞ്ഞിരിക്കുന്നു. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല. എനിക്ക് കുറെ നേരം സംസാരിക്കാൻ. നിങ്ങൾ മെഗാ സീരിയലായിട്ട് ടെലികാസ്റ്റ് ചെയ്തോളൂ. ഓ നോ മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ, നിങ്ങളുടെ ഫീലിംഗ്സ് എനിക്ക് മനസ്സിലാവും. ബട്ട് ദി ടൈം ഈസ് ഓവർ. ഐ ആം സോറി. കഴിഞ്ഞു? ഓ കഴിഞ്ഞു മിസ്റ്റർ ഉണ്ണികൃഷ്ണൻ. താങ്കളുടെ വിലയേറിയ സമയത്തിന്റെ ഒരു ഭാഗം നഗരക്കാഴ്ചകൾ എന്ന ലൈവ് പ്രോഗ്രാമിന് വേണ്ടി ചെലവഴിച്ചതിൽ എയർനെറ്റിന്റെ പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു വെരി മച്ച്. അയ്യോ, ഇന്റർവ്യൂ സമയത്ത് കൂളിംഗ് ഗ്ലാസ് വെച്ചില്ല. നന്നായി. അല്ല, എനിക്കൊരു സംശയം. ഇപ്പൊ നമ്മ പറഞ്ഞെല്ലാം ടി വിയിൽ വരുമോ? ടിവിയിൽ വന്നാലെന്ത് വന്നില്ലെങ്കിൽ എന്ത്, കുറച്ചു കാലായി മനസ്സിൽ അടക്കി വെച്ചിരുന്നൊക്കെ പുറത്തു പറഞ്ഞപ്പോ എന്തൊരു ആശ്വാസം. ശരിയാ. അയ്യോ കാലൻ, 100 ആയുസ. സാറിന്റെ പേര് പറഞ്ഞ് നാക്ക് പാകത്തേക്ക് ഇട്ടുള്ളൂ. ആ നാക്ക് ചവിട്ടി പുറത്തേക്കിടാനാണ് ഞാൻ വന്നത്. മുഖത്ത് കൂളിംഗ് ഗ്ലാസും വെച്ച് കരിയും തേച്ച ആളെ മനസ്സിലായില്ലെന്ന് വിചാരിച്ചു അല്ലേ? കോൺസ്റ്റബിൾ, മണ്ണെണ്ണ കൊടുക്ക്. അത് വെള്ളം തൊട്ട് തുടച്ചാലും പോകും സാർ. തീപ്പെട്ടി കൊടുക്ക്. കൂമ്പിനിട്ടിടിക്ക്. എന്തിടിയാണ് നീ ഇടിച്ചത്? എനിക്ക് നന്നായിട്ട് വേദനിച്ചു കേട്ടോ. സാറല്ലേ ഇടിക്കാൻ പറഞ്ഞു. നീ എന്താടാ പറഞ്ഞത്? MG റോഡിൽ കുനിച്ചേർത്തിട്ട്? ഓഹോ, അത് എക്സ്ക്യൂസ് മീ, ഈ MG റോഡ് എന്നുള്ളത് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഹൈക്കോടതി ജംഗ്ഷനാണ്, കുഴപ്പമൊന്നുമില്ല. ആ കുനിച്ചീർത്തി കൂമ്പിലിട്ടിടിച്ചിട്ട് പിന്നെന്താടാ പറഞ്ഞത്? പൊന്നു സാറാ, ഞാൻ ഒന്നും പറഞ്ഞില്ല. പറഞ്ഞു ഉണ്ണി മറന്നുപോയതാ. കുനിച്ചിരുത്ത് കൂമ്പിനടിച്ചിട്ട് ബാക്കിൽ മണ്ണെണ്ണ വെച്ചിട്ട് തിരി എവിടെ ഇടുന്നു പറഞ്ഞു. അത് ഞാൻ മറന്നുപോയി. എവിടെ ഇടുന്നു പറഞ്ഞത്? വായിൽ ഓർമ്മയുണ്ട്. കത്തിക്കടാ, ഒഴിച്ച് കത്തിക്കടാ. നീ എന്താണ് താളം പിടിച്ച് കളിക്കേ? അത് അവന്റെ കൈ വരച്ചട്ടാ. പോലീസ് എന്ന് പറഞ്ഞ അവന് പണ്ടേ പേടിയാ. അപ്പൊ നിനക്കോ? എനിക്ക് ജനിച്ചപ്പോഴേ പേടിയാ. ആ കത്തിക്കടാ. എന്റെ സാറേ, ഞാൻ കാല് പിടിക്കാം. അപ്പോഴത്തെ ഒരു ആവേശത്തിന്റെ പുറത്ത് പറഞ്ഞതാ, പ്ലീസ്. ടിവിയിൽ നിന്റെ ലൈവ് ഷോ കണ്ടിട്ട് RTO എന്നെ വിളിച്ചത്. ലൈവ് ഷോ ആയിരുന്നു. RTO? ഞങ്ങളിപ്പോൾ ഒരു തീരുമാനത്തിലെത്തിയിട്ടുണ്ട്. ഈ പാട്ട ഏതെങ്കിലും കൊക്കയിലേക്ക് തള്ളി അയ്യോ, രണ്ടിനെയും കസ്റ്റഡിയിലെടുത്ത് പെരുമാറുക. വേണ്ട. പക്ഷെ നീ മറ്റൊരു കാര്യം പറഞ്ഞുവല്ലോ, മാന്യമായിട്ട് ജീവിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന്. ആ ഒരു പരാതി പരിഗണിച്ച് നിന്നെയൊക്കെ ജീവിക്കാൻ തന്നെ അനുവദിക്കാൻ പോവുകയാണ്. ഒരു 10 മിനിറ്റ് സമയം തരും. അതിനു മുമ്പ് ഈ പാട്ടത്തകരോടത്തോട് സ്ഥലം വിട്ടോളാം. രക്ഷപ്പെട്ടു. വീരപ്പൻ കുറിപ്പിന്റെ സ്റ്റേഷൻ അതിർത്തിയിൽ നിന്ന് വളരെ ദൂരെ ആയതുകൊണ്ട് ഇനി അയാൾക്ക് മഷിയിട്ട് നോക്കിയാൽ പോലും നമ്മളെ കണ്ടുപിടിക്കാൻ പറ്റില്ല. എത്ര നേരം വേണമെങ്കിലും സ്വസ്ഥമായിട്ട് ഇവിടെ ഇരിക്കാം. അങ്ങനെ ഇപ്പൊ സ്വസ്ഥമായിട്ട് ഇരിക്കണ്ട. നീ പോയി കഴിക്കാൻ എന്തെങ്കിലും വാങ്ങിച്ചുണ്ടോ? എനിക്ക് വല്ലാതെ വിശക്കുന്നുണ്ട്. എന്നാ നീയും കൂടി വാ, നമുക്ക് ഒരുമിച്ച് പോയാൽ തട്ടുകടയിൽ നിന്ന് എന്തെങ്കിലും കഴിക്കാം. ഏയ്, ഞാനില്ല. ടിവിയിൽ ഇന്റർവ്യൂ കണ്ട ആരെങ്കിലും എന്നെ കണ്ട പിന്നെ വിശേഷങ്ങളായി ചോദ്യങ്ങളായി ഉത്തരങ്ങളായി എനിക്ക് വയ്യ. ചോദ്യോത്തരമൊന്നും ഉണ്ടാവില്ല, പെരുമാറിലുണ്ടാവുള്ളൂ. പെരുമാറില്. എന്താടാ? പേഴ്സ് ഞാൻ നിന്റെ തന്നാ. എന്റെ കയ്യില് പേഴ്സാ? നീയാ? പേഴ്സ് കാണുന്നില്ല. തമാശ കളിക്കല്ലേ? അമ്മച്ചിയാണ് തമാശ കളിച്ചല്ല, പേഴ്സ് കാണുന്നില്ല. അതിനൊരു വഴിയുണ്ട്. ഇങ്ങനെ വന്നേ, അവിടെ ഇരുന്നേ, അവിടെ ഇരി. നമ്മുടെ വണ്ടിയിൽ. എന്റെ വണ്ടി? നിന്റെ വണ്ടിയിൽ. എന്റെ അമ്മോ, നിന്റെ വണ്ടിയിലെ നിന്റെ അച്ഛന്റെ ഫോട്ടോയിൽ കോർത്തിട്ടിരിക്കുന്ന ആ സ്വർണ്ണ പതക്കില്ലേ, ഞാൻ ഇന്നാളെ കയ്യിൽ വെച്ച് തൂക്കി നോക്കി. 1 പവനോളം തൂക്കം ഉറപ്പായിട്ടുണ്ട്. അതിന് കാശ് കിട്ടുമ്പോ തിരിച്ചെടുക്കാം. വിൽക്കണ്ട, പണയം വെച്ചാ മതി. 2000 കുറയാതെ കിട്ടും. ഇപ്പൊ പറഞ്ഞിരിക്കട്ടെ, ഇനി ഇത് ആവർത്തിച്ചണ്ടല്ലേ 2 കഷ്ണാക്കി കളഞ്ഞ. 2 കഷ്ണാക്കി 1000 വെച്ചല്ലേ കിട്ടുള്ളൂ. പിന്നെ അത് വിളക്കി ചേർക്കാൻ കാശ് വേറെയും വേണ്ടേ? നിന്നെ കഷ്ണാക്കുന്ന പറഞ്ഞേ. അച്ഛന് പ്രസിഡന്റ് എന്ന് കിട്ടിയ പതക്ക. പട്ടിണി കിടന്ന് ചത്താലും ഞാനിത് വിൽക്കില്ല. അത് മാത്രമല്ല, ആ വണ്ടിയിലുള്ള സകല സാധനങ്ങളും എന്റെ അച്ഛൻ വാങ്ങിച്ചതാ. അതിൽ ഒരു തുരുമ്പിത്തോളം പോലും ഞാൻ സമ്മതിക്കില്ല. അപ്പൊ പിന്നെ എങ്ങും തൊടാൻ പറ്റൂല. എന്താ പറ്റി പറഞ്ഞേ? നീ എന്നെ അങ്ങോട്ട് കൊല്ല്, എന്നിട്ടൊരു കുഴി കുഴിച്ച് മൂടിയിട്ട് ആ ബസ് എടുത്ത് എന്റെ മുകളിൽ വെക്ക്. ദുബായിൽ നല്ലൊരു ഷെയ്ക്കിന്റെ അണ്ടറിൽ ജോലി ചെയ്യേണ്ട ഞാനാണ്. എന്റെ പാസ്പോർട്ട് കറണ്ട് ആ എലിയില്ലേ, ആ എലിയിൽ എന്റെ കൈ കിട്ടിയ കൈ ആള് മാറി അടിച്ചു പോയി. സോറി.
പുഴയെ ചാടി ആത്മഹത്യ ചെയ്യാൻ വന്നവരാണോ? അതെന്താ അങ്ങനെ ചോദിച്ചേ? അല്ല, നിന്ന് പരിഗണന കണ്ടോണ്ട് ചോദിച്ചതാണ്. ഞങ്ങൾ അതിനൊന്നും വന്നവരല്ല, വാടകയ്ക്കൊരു മുറി നോക്കി വന്നതാ. വാടകയ്ക്കോ? ആ. മന്ത്ലി ആണോ ഡെയിലി ആണോ? അയ്യോ, ഞങ്ങൾക്ക് 1 മണിക്കൂർ നേരത്തേക്ക് മതി. വലിയ വാടകയൊന്നും ഇല്ലാത്ത കുറച്ചേരം സംസാരിച്ചിരിക്കാനാ. ചേട്ടൻ വലിയ സംസാരപ്രിയനാണല്ലേ? ഡെയിലി സംസാരിക്കാറുണ്ടോ? വല്ലപ്പോഴും ഒക്കെ. എനിക്ക് നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സഹായിക്കണമെന്നുണ്ട്. പക്ഷെ ഇവിടുത്തെ ഹോട്ടലെല്ലാം ഭയങ്കര വഴിയുണ്ട്. Walking in the moonlight, I'm thinking of you. നിലാവുള്ള രാത്രിയിൽ നീ എന്നെ പറ്റി ചിന്തിച്ചിരിക്കാണ്. ചിന്തിക്കാൻ പറ്റിയ ഒരു ജന്തു പിശാച് മറക്കാൻ ശ്രമിക്കുക. എല്ലാം മറക്കാൻ ഞാനൊരു സാധനം തരാം. എന്തേത്? ഇതിങ്ങനെ പൊട്ടിച്ചിട്ട് ഇങ്ങനെ ഗ്ലാസ്സിൽ ഒഴിച്ചിട്ട് ഇങ്ങനെ വെള്ളമൊക്കെ ചേർത്തിട്ട് ന്യായമായി ചേർത്തിട്ട് ഇതാ ഇങ്ങനെ അടിച്ച് വാള് വെക്കൂലേ? വിസ്കി വിസ്കി. നീ എന്തിനാ അങ്ങോട്ട് നോക്കണ? വണ്ടി അവിടെ ഉണ്ട്. നീ അടിച്ച് വീലാൻ വേണ്ടി വണ്ടിയുടെ വീലെങ്ങാനും ഒരു വിറ്റ. എന്നാണ് വണ്ടിയുടെ ബമ്പർ തൊട്ട് സത്യം ചെയ്തിട്ടുണ്ടല്ലോ അടിച്ച് ഞാൻ. എവിടെ നടന്നത്? ചരിത്രം പൗരതരം പറഞ്ഞിട്ട് നീ കഴിക്കുന്നുണ്ടെങ്കിൽ കഴിക്കണ്ട. അതിന്റെ കൂടെ കഴിക്കാൻ വല്ലതും ഉണ്ടോ? കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടോന്ന്? കഴിക്കാനൊന്നുമില്ല, വേണമെങ്കിൽ മണക്കാൻ അമൃതാജ്ഞം തരാം. എന്നാ 2 ഒഴിക്ക്. 2 ഇതാള് തണ്ടറാണേ. അതൊന്നും കുഴപ്പമില്ല. എന്ത് പണ്ടാറില്ല അവിടെ. തലക്കടിച്ച് ബോധമില്ലാണ്ട് സുഖമായിട്ട് കിടന്ന് ഉറങ്ങാലോ. സ്വസ്ഥ ഉണ്ടാവില്ല. സുന്ദരോ, എന്താടാ വണ്ടിയിലൊരു വെളിച്ചം? അത് മിന്നാമിനിങ് ആയിരിക്കും. മിന്നാമിനിങ്ങിന് ഇത്രയും വെട്ടോ? ചിലപ്പോ അത് ഫാമിലി ആയിട്ട് വന്നിട്ടായിരിക്കും. അവിടെ എന്താ കുടുംബയോഗോ? അവരായി അവരുടെ പാടായി, അവരെന്തെങ്കിലും ചെയ്യട്ടെ. നമ്മളെന്തിനാ അങ്ങോട്ട് നോക്കണത്? സ്ത്രീയടല്ലേ. എന്നാലും എന്റെ വണ്ടിക്കകത്ത് എന്താ നടക്കണെന്ന് ഞാൻ അറിയണ്ടേ? നീ ഇപ്പൊ അങ്ങോട്ട് പോകണ്ട, ഒരു 1/2 മണിക്കൂർ കഴിഞ്ഞ് പോയാൽ മതി. 1/2 മണിക്കൂർ? അതെന്താ? മൊത്തം 1 മണിക്കൂർ വേണമെന്ന് അവര് പറഞ്ഞതേ. ആര്? ഒരു ഫാമിലി. ഫാമിലി? ഒരാണും പെണ്ണും 1 മണിക്കൂർ നേരത്തേക്ക് അവർക്ക് എന്തോ സംസാരിക്കണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാനൊരു അഡ്ജസ്റ്റ്മെന്റ് നടത്തിയതാ. അതിന്റെ അഡ്വാൻസ് ഉണ്ട് ഇതൊക്കെ വാങ്ങിയത്. ഇത്രയും വെളിച്ചോണ്ടൊക്കെ അവർ നിന്നെ അറിയിക്കുന്നു ഞാൻ അറിഞ്ഞ. ഇറക്കി വെറുതെ ചെറ്റകളെ. അല്പം നേരത്തേക്കൊന്ന് കണ്ണടച്ചൂടെ? എന്റെ അച്ഛന്റെ ഓർമ്മയ്ക്കായിട്ട് കൊണ്ടു നടക്കുന്ന വണ്ടിയാണെന്ന് എനിക്ക് അറിഞ്ഞൂറാ. ഒരു 1/2 മണിക്കൂർ നേരത്തേക്ക് അച്ഛനെ മറന്നാ നമുക്ക് ബാലൻസ് 100 രൂപ കിട്ടും. നീ പോയി അവരെ ഇറക്കി വിടുന്നത് ഞാൻ ഇവിടെ ചെല്ലണോ? ഈ വണ്ടി കൊണ്ട് നമുക്കാ ഗുണമില്ല, നാട്ടുകാർക്കെങ്കിലും പ്രയോജനം ഉണ്ടാവട്ടെ. ഇതുകൊണ്ട് അടി മേടിക്കാനല്ലാതെ അരി മേടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ? 1000 തവണ ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ള ബസ്സിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കരുത്. ശവ വണ്ടിയാക്കാൻ പോലും പറ്റാത്ത ഈ പാട്ടയെ ബസ് എന്ന് നീ അല്ലാതെ മറ്റാരും വിളിക്കില്ല. എന്താണ് നീ പറഞ്ഞ? വണ്ടിന്ന് കല്ലെടുക്കരുത്. കല്ലെടുക്കാൻ എങ്ങനെ എറിയൂടാ? എറിയരുത്, എറിയരുത്. താമരാശം പിള്ളേരെ മറ്റേക്കണ്ണം അടിച്ചു പോയേ. കൂട്ടുകാരൻ എന്നെ തല്ലാൻ പറ്റാ. നീ മതിൽ ചാടരുത്. എന്നാ ഞാനും ചാടും. മിസ്സാകൂടാ, കയ്യിലിരിപ്പതാ. വീട്ടുകാരെ, ഹൗസ് ഓണറെ, പിന്നെ മിസ്സായി. ആരാ വെള്ളടിച്ച് പഠിപ്പിക്കുന്നത്? ആരില്ലേ? വെള്ളടിക്ക് പുല്ലാളാ. ഇവന്മാരെങ്ങനെ പുറത്തു പോകുന്നു? പോലീസുകാരുടെ അടുത്ത കളി.
സ്കാച്ച്. ഒരു സ്മോൾ ഇങ്ങോട്ട് സോറി അച്ഛൻ. ഇന്ന് കൊല്ലൂടാ. இந்த மினிஸ்டர் வேலை நமக்கு வேண்டாங்க. வேற எവിടെയെങ്കിലും போய் ஜீவிക്കാം. மரணம் காத்திவிட കഴിയുന്നതിലും ഭേദം அதான். லட்சுமி, சின்ன வயசுல இருந்தே நான் பார்ட்டி மெம்பர். எவ்வளவு உதவாங்கியிருக்கு பார்ட்டிக்காக. எத்தனை வாட்டி நான் லாக்அப்ல கிடந்திருக்கு, எத்தனை வருஷம் நான் ஜெயில கிடந்திருக்கு. அதுக்கெல்லாம் எனக்கு ஒரு பலன் வேண்டாமா? பாவம் குழந்தை கொஞ்சம் பயந்துருக்கு. பரவாயில்ல, எதிர்கால வாழ்க்கைக்கு இதெல்லாம் ஒரு எக்ஸ்பீரியன்ஸா எடுத்தா போதும். மினிஸ்டர் மக தானே, மனசு கொஞ்சம் ஸ்ட்ராங்கா தானே இருக்கணும். நீ குழந்தை கூட நிம்மதியா படுத்து தூங்கு. எனக்கு கொஞ்சம் வேலை இருக்கு, நான் வரேன். உடம்பு பூரா பயங்கர வலி, பேசுறது கூட ரொம்ப கஷ்டம். இன்னைக்கு சேத்துக்குடியில மகளிர் அசோசியேஷனோட இனாகரல் ஃபங்க்ஷன் போய் தான் ஆகணும். ஞானம் ஆலோசிச்சுட்டு ஒரே ஒரு வழி காணணும். சேத்துக்குடியில ലക്ഷ്മി പോണം. ഞാനോ? ഒരു നല്ല വീട്ടമ്മയെ മാത്രം ജീവിക്കാൻ ആഗ്രഹിച്ച എന്റെ അമ്മയെ നിർബന്ധിച്ച് അച്ഛൻ രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി. പോയിട്ട് വാ. ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ, ലക്ഷ്മി അമ്മ. ആ പോയത് ആരാന്നറിയാമോ? വെറും ലക്ഷ്മി സന്താനമല്ല, சேத்துக்குடியில வரப்போற பை எலெக்ஷன்ல நம்மட பார்ட்டியோட ஸ்தானார்த்தி. இந்த உடம்பு வலி, பாடி பெயின் எல்லாம் வெறும் நாடகமா. சும்மா சொன்னா போக மாட்டா. அங்க செல்லும்போ ஸ்டேஜில் வச்சு நம்மட கட்சி ஸ்தானார்த்தின்னு பார்ட்டி செக்ரட்டரி அனௌன்ஸ் செய்யும். அப்பதான் அம்மாவுக்கு எல்லாம் தெரிய போகுது. என்ன, வருங்கால பாண்டிச்சேரி முதலமைச்சர் லக்ஷ்மி சந்தானம் வாழ்க. അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് അറിയില്ലേ? செல்லம், மினர்வா தியேட்டர்ல ஸ்பீல்பர்க் உடைய பர்த் ஆஃப் a குயின் ஓடுது. அந்த படம் உனக்கு பார்க்க வேண்டாமா? The men that attacked me. Go down there, do whatever you can. I need more time to finish the last one. வணக்கம். தலைப்புச் செய்திகள். அடுத்த மாதம் நடைபெறவிருக்கும் சேத்துக்குடி பை எலெக்ஷனில் எதிர்க்கட்சியான KMK கட்சியின் தலைவர் திரு முத்துராமனின் மகன் திரு செல்வத்திற்கு எதிராக சென்ற மாதம் குண்டுவெடிப்பில் இறந்த திரு லட்சுமி சந்தானத்தின் மகள் காயத்ரியை நிறுத்துவதாக திரு RK சந்தானம் இன்று பாண்டிச்சேரியில் பத்திரிகையாளர்களிடம் அறிவித்தார். പാർട്ടി തീരുമാനിച്ചു, ഞാൻ അങ്ങ് സമ്മതിച്ചു, അவ்வளவுதான். അമ്മ മരിച്ചിട്ട് ഒരു മാസം തികഞ്ഞിട്ടില്ല. ഓർമ്മയുണ്ടോ അച്ഛന്? ഉണ്ടല്ലോ, அதனாலதானே சம்மதிச்சா. லட்சுமி மரிச்ச சென்டிமெண்ட் சின்ன ஜனங்க மனசுறது போல அதை நம்ம சம்பாதிச்சா நிச்சயம் நீ ஜெயிக்கும். என்ன തോൽപ്പിക്കാൻ ഏതു ശക്തികൾ അവളെ നശിപ്പിച്ചു, അവരെ നശിപ്പിക്കാൻ ലക്ഷ്മിയുടെ മരണം തന്നെ നമ്മൾ ആയുധമാക്കണം. അമ്മയുടെ മരണം പോലും വിറ്റ് വോട്ടാക്കണമെന്നല്ലേ? ചെല്ലോ, നീ ഇപ്പൊ சொன்னதாண்டி சரியான പൊളിറ്റിക്കൽ തന്ത്രം. പറ്റില്ല, സ്ഥാനാർത്ഥി അവൻ എന്നെ കിട്ടില്ല. മോളെ ഗായത്രി, ഇല്ലെന്ന് പറഞ്ഞില്ലേ? இங்க பார், இந்த RK சந்தானம் ஒரு தீர்மானம் எடுத்தா பின்ன அதுல எந்த மாற்றமும் வராதுன்னு என்ற போல் கரியாலோ. നാളെ മുതൽ ഇലക്ഷൻ പ്രചരണം തുടങ്ങണം, പുരിഞ്ഞതാ? ഒറ്റപ്പാലത്തുള്ള അമ്മയുടെ തറവാടായിരുന്നു എന്റെ ലക്ഷ്യം. പക്ഷെ എനിക്ക് മുൻപ് അച്ഛന്റെ ആൾക്കാർ എന്നെ അന്വേഷിച്ച് അവിടെ എത്തിയിരുന്നു. അവിടെ നിന്നും രക്ഷപ്പെട്ട ഞാൻ നാടോടികളുടെ കൂടെ കൂടി. ഒരു മന്ത്രിയുടെ മോളെ വഴിയോരത്ത് കിടക്കുന്ന ബസ്സിൽ ആരും പ്രതീക്ഷിക്കില്ലല്ലോ.
നിങ്ങളോടൊപ്പം കൂടിയതിനു ശേഷമാണ് ജീവിക്കുന്നു എന്ന് തന്നെ ഒരു തോന്നലുണ്ടായത്. നിങ്ങളുടെ കളി, ചിരി, തമാശ, വഴക്ക് ഒക്കെ എനിക്കിഷ്ടായി. എന്തായാലും ഞാൻ ഇനി തിരിച്ചു വീട്ടിലേക്കില്ല. காயத்ரி பத்தி ஏதாவது தகவல் கிடைச்சதா? என்ன இல்ல இல்லன்றீங்க? எங்க தேடினீங்க? என்ன பண்றீங்க எல்லாரும்? സാർ, പ്രതിപക്ഷ നേതാവ് മോനും കാണാൻ വന്നിട്ടുണ്ട്. வணக்கம் ஐயா. வணக்கம் வணக்கம். வாங்க உட்காருங்க. எப்படி சௌக்கியம் தானா? கடவுள் புண்ணியத்துல நல்ல சௌக்கியம். என்ன அப்படி சொல்றீங்க? இல்லனா இந்த நாட்டுடைய எதிர்க்கட்சி தலைவர் முத்துராமனும் அவரோட மக செல்வமும் என் வீட்டு வாசப்படி மெரிப்பீங்களா? சரி, உங்களுக்கு நான் என்ன செய்யணும்? உங்க பொண்ணு என் அப்போசிஷன் கேண்டிடேட் உடம்பு சரியில்லாம ஹாஸ்பிட்டல்ல இருக்கான்னு கேள்விப்பட்டேன். ஆமா, இப்ப என்ன அதுக்கு? அவ எந்த ஹாஸ்பிட்டல்ல இருக்கான்னு நாங்க கொஞ்சம் தெரிஞ்சுக்கலாமா? அதை நீங்க தெரிஞ்சுக்க வேண்டிய அவசியம் இல்ல. வேண்டாம், சொல்ல வேண்டாம். ஆனா இந்த எலெக்ஷன்ல இவனுக்கு ஆப்போசிட்டா அவன் நிக்க கூடாது. சாரி முத்துராமன். ஓகே, நாங்க வரோம். ஆனா ஒரு விஷயம், உங்க பொண்ணு எங்க இருக்கா, யாரோட இருக்காங்கிறதெல்லாம் தெரிஞ்சுக்கிட்டு தான் நாங்க இங்க வந்திருக்கோம். வரட்டுமா? பாண்டியா, அவ கதையை முடிச்சிடு. അയ്യോ, സിഐ നീ എന്താ പുള്ളാളിക്കണ? എന്താ സാർ കാര്യം? ഒറ്റ കീറിയാൻ വെച്ചെന്നാണല്ലോ. നിന്റെ കൂടെയുള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈയും കാലം തളർന്നുപോയി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? സാർ, ഒന്നും ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. വായെടുത്ത രണ്ടെണ്ണം നുണേ പറയുള്ളൂ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കട്ടയാണ്. പോണ്ടിച്ചേരിന്ന് മിനിസ്റ്റർ ലെവലിലാ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക്. എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു. പ്ലീസ് മാഡം, മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാഞ്ഞിട്ടാ. നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ. നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത്. വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളയരുത്. കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന യുവമാരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാ ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത്. എനിക്ക് ഇത്രയൊക്കെ പറ്റും. DAGയും ഗ്രൂപ്പോ വരുന്നത്. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെന്നെ കാണണ്ട. അവരൊന്നും ചെയ്യരുത്. Stop it. ഇനി അവരെ തൊട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. Leave them. Sir, please. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിന് ആപത്താ. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ വേദനിച്ച അതെനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് ഞാൻ പോവാ. എന്നും മനസ്സിലുണ്ട്. ഒരിക്കലും എന്നെ മറക്കരുത്. இந்த கவர்மெண்ட் மேல எனக்கு இருந்த நம்பிக்கை போயிடுச்சு. அதனால நானும் முத்துராமன் அவர்களும் சேர்ந்து ஒரு புது கூட்டணி அமைச்சுக்கலாம்னு முடிவு பண்ணி. அப்ப நெக்ஸ்ட் சிஎம் சந்தேகம் என்ன? RK சந்தானம் தான். அப்ப நீங்க? மிஸ்டர் முத்துராமன் அவர்கள் ஹோம் மினிஸ்டர். அது மட்டும் இல்ல, எங்களுக்குள்ள இருக்கிற உறவை பலப்படுத்திக்கிறதுக்கு நாங்க இன்னொரு முடிவும் எடுத்திருக்கோம். பையனுடைய அப்பாங்கிற முறையில அதை நீங்க சொன்னா நல்லா இருக்கும். சரி, அப்படியே ஆகட்டும். சந்தான மகள் காயத்ரிக்கும் என் பையன் செல்வனுக்கும்
கல்யாணம் பண்ணி வைக்கிறதா நாங்க முடிவு பண்ணிட்டோம். அதுக்கான நிச்சயதார்த்தம் இந்த மாசம் 24ஆம் தேதி மிஸ்டர் சந்தான வீட்லயே நடக்கும். എന്തിനാടാ അവള് നമ്മുടെ ബസ്സിൽ വന്ന് കയറി? എവള്? ഗായത്രി. അവള് വന്ന് കയറി അതുപോലെ പോയി. മനസ്സിന്റെ സ്വസ്ഥത കളയാൻ. അവള് മന്ത്രിയുടെ മകളാവാതെ ആർക്കും അവകാശമില്ലാത്ത പഴയ നാടോടിയായ മതിയായിരുന്നു. ശരിക്കും വീടുറങ്ങിയ പോലെ. പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഒരു മിസ്സിങ്. ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ. അവളുടെ പോക്ക് മനസ്സിൽ നിന്ന് മായനില്ല. ഒന്നും കൂടി കാണാൻ ഒരു കൊതി. ഇനി കാണണമെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോണം. നമുക്കൊന്ന് പോയാലോ? നീ എന്താ ഈ പറയണേ? കാര്യ, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്ന് കണ്ടാ മതി, എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഉണ്ണികൃഷ്ണ, അത് എങ്ങനെ പോകും? നമ്മുടെ ബസ്സില് നമുക്കൊന്ന് പോവാം. ആ കോശിയോ, എവിടെയായിരുന്നു? കോയമ്പത്തൂര്. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ പണ്ടാറക്കാലത്ത് പെണ്ണുകാരൻ. ഓഹോ, അങ്ങനെയൊക്കെ. ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂരെത്തി. റിസ്ക്കുള്ള യാത്രയായിരുന്നല്ല. റിസ്ക്? ആ, അങ്ങനത്തെ ഒരു യാത്രയായിരുന്നല്ല. ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച് ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പാ ആ മുതലാളിക്ക് അത് വേണ്ടാന്ന്, കാശ് മതിയെന്ന്. എന്നിട്ട് കാശ് കൊടുത്ത എന്റെ കയ്യിലില്ലല്ല. നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞു ഞാനയാളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്. മൂസിയണ്ണജിയെ ഭയങ്കര സ്മാർട്ടാ. நான் கோயம்புத்தூர்ல இருந்து கோஷி கிட்ட காசு வாங்குறதுக்கு வந்த மூசி. മൂസി, ഇത് മുതലാളി, അത് തൊഴിലാളി. முதலாளியாவது கீழாளியாவது இங்க பாரு, என்ன ஏமாத்த வேண்டாம். என் முதலாளி வந்து பேரு அண்டர்வேர்ட் பிரின்ஸ். ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട്? திரும்பி வரும்போது பார்சல் வாங்கினெல்லாம் சேர்த்து வந்து 351 ரூபாய் 75 காசு. 75 പൈസ. ലഡ്ഡു സാപ്പിട്ട് இருக்க. ലഡ്ഡു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളെ കാണൂലായിരുന്നു. അയ്യോ, നിങ്ങൾ ഈ കാര്യം ചാടി ചാവാൻ പോയിരുന്നല്ലേ? അല്ല, ഞങ്ങൾ പോണ്ടിച്ചേരിക്ക് പോവാ. പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. അയ്യോ, കാശ് കിട്ടിയില്ലെങ്കിൽ ഇയാള് വണ്ടിന്ന് പോവൂല. என்ன കണ്ട പോവൂല. പോകണ്ട, ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. എനിക്ക് കാശ് വേണയ്യാ. ഇല്ലേ മുതലാളി? വായിട്ടലക്കലടോ. പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. പോണ്ടിച്ചേരി நான் எங்க வேணாலும் வர்றேன். எனக்கு காசு தான் தேவை. നിർത്തടോ. എന്റെ അമ്മോ, എവിടെ നിന്ന് കിട്ടിയോടോ ചൊണ്ടീന? എന്നടാ சொன்னே? അല്ല, ഈ വണ്ടി വിറ്റിട്ടായാലും നിനക്ക് കാശ് തരുമെന്ന്. വെറുതെ. അല്ല, നമ്മൾ എപ്പോഴാണ് നാളെ പോണ്ടിച്ചേരിക്ക് പുറപ്പെടുന്നത്? നാളെ സുപ്രഭാതത്തിൽ. பிள்ளையாரப்பா, நான் 6 மாசமா சஸ்பென்ஷன்ல இருந்தேன். டிமோஷன்ல இருந்தேன். அதுக்கப்புறம் இன்னைக்கு தான் நான் ஜோலிக்கு ஜாயின் பண்ண போறேன். வேலை போயா இந்த போண்டிச்சேரி இருந்து திருப்பி பாலக்காட்டுக்கு வர வேண்டாம்னு என் பொண்டாட்டி சொல்லி இருக்கு. எனக்கு என்னோட பழைய போஸ்ட் அதே போல் திருப்பி கிடைச்சிடணும். வித் ப்ரமோஷன். அதுக்காக நீங்க எனக்கு ஒரு வழிகாட்டி கொடுக்கணும். எல்லாம் நல்லபடியா நடக்கணும். ஆண்டவா, നിർത്തി, ഇവിടെ നിർത്തി. ഈശ്വര, അവളുടെ വീട്. യോ പോയാ? അല്ല, நான் கோயம்புத்தூர்காரங்க கொல்லூர்ல விடுவீங்களா? ഞാനൊന്ന് പറയട്ടെ. என்னங்க கேரளால இருந்து வந்திருக்காங்களாம். என்ன வேணும்? തമിഴില് കാര്യങ്ങളൊന്നും പറ. அம்மாவே பார்க்கணும் ஐயா. என்ன? அம்மா. ஓ, பிச்சைக்கார பசங்க வெளியே போ சொல்லியா. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഈ വൃത്തിയായിട്ട അണ്ണാച്ചിനെ കൊണ്ടുവരണ്ടാന്ന്. நீ எனக்கு பணம் தர வேண்டியவா? நீ ஓஸ்காரியா? നിർത്ത്. കൊണ്ടാടങ്ങാൻ. അമ്മയല്ല, കുട്ടി, ഗായത്രി കുട്ടിയെ കാണണം. അപ്പോയിന്റ്മെന്റ് இருக்கா? ഓയിന്റ്മെന്റ് ഇല്ല, വേണേ അമൃതാക്ഷൻ തരാം. ഓ, കൈക്കൂലി കൊടുക്കണായിരിക്കും. ആ, കൈക്കൂലിയാ? അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. என்னடா சொன்னே? கைக்கூலியா? இந்த பாலக்காடு ചന്ദ്രചൂഡൻ കൈക്കൂലി വാങ്ങിയ ഹിസ്റ്ററി ചരിത്രത്തിൽ ഇല്ല. മലയാളി. ഗായത്രി മേലെ കാണണമെങ്കിൽ നേരത്തെ സമയവും തീയതി നിശ്ചയിക്കണം. കൊച്ചിന്ന് ഉണ്ണി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. കൂടെ സുന്ദരനും കോശിയും. കോസ്കിട്ടിന്ന് കാശ് വലക്ക് മൂണ്ടാണ്ടിരി പാണ്ടി. ഉണ്ണിയും സുന്ദരനും വന്നു എന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇത് ഗായത്രി കുട്ടി കാണിച്ചാ മതി. சார் உள்ள விடலாமா சார்? 2 பேரை உள்ள விடுங்க. சரி சார். സ്കോറ വളാച്ചി. പോയാ, யாராவது 2 பேரும் உள்ள போப்பா. എന്നാ ഞങ്ങൾ 2 പോയിട്ട് വരാം. എന്തിനി? ഞങ്ങൾ ഇതുവരെ മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞങ്ങൾ ഒരു അത്യാവശ്യത്തിന് വന്നതാ. വാ. അവര് ഗായത്രീനെ കണ്ടിട്ട് വരട്ടെ. നമുക്ക് പോയി 3x റമ്മ് കീറാ. പോണ്ടിച്ചേരിയിലും മറ്റവൻ ചീപ്പാ. എത്ര വേണം കീറാമ്? കാശ് തരല ഒന്നിനെ പിച്ച് കീറുവാ. ഏയ്, പോണ്ടിച്ചേരിയുടെ കല്ലിനെ പോലെ നീ ചീപ്പാവല്ലേ? വാടാ. எவ்வளவு க்ளோஸ்? ரொம்ப க்ளோஸா? உட்காருங்க. சொல்லு தம்பி, லவ்வா?
സാറ് ചോദിച്ചത് കേട്ടില്ലേ? ഗായത്രി കുട്ടിയെ നിനക്ക് ഇഷ്ടമെന്ന് പറയട ഉണ്ണി. அப்படி சொல்ல கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்த வரமாட்டான்னு எனக்கு தெரியும். டேய் உட்காரு, நான் போய் காயத்ரி விളിക്കാം. உட்காரு உட்காரு தம்பி, உட்காரு. നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് നിന്നെ വലിയ ഇഷ്ടമായെന്നാ തോന്നണത്. നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും ഗായത്രിയും തമ്മിൽ ലവ് ആന്നൊക്കെ പറഞ്ഞേ? എന്താ നിനക്ക് ലവ് ഇല്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാ. അതല്ല, ലവ് ഉണ്ട്, പക്ഷെ ഇത്ര ദിടീന്ന് പറയണ്ടായിരുന്നു. ഞാൻ ദിടീന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ദിടീന്ന് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത്. എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലേ എന്റെ അമ്മോ. ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ പെണ്ണ് കാണാൻ വന്നവരായിരിക്കട്ടെ. സ്മാർട്ടായിട്ട് വെറുതെ ഗായത്രി കണ്ടോ? ഗായത്രി ഉണ്ണിയെ ഇവർ ഒരുപാട് തല്ലി. ഒന്നുമില്ല, ഇവൻ വെറുതെ. ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സില് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങും നിന്നില്ല, തള്ളണ്ടേ വന്നില്ല അല്ലടാ. ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെയാ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എത്ര വിലപ്പെട്ടാന്ന്. ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേലേ ഗായത്രിക്കും വിഷമമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്തിനാ? എന്നെ എന്റെ അച്ഛനെയും ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എന്റെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെയുള്ള ഈ വരവ് അതല്ലേ? ഗായത്രി ഗായത്രി എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ പിന്നെ എന്തിനാ വന്നേ? കുറച്ചു നാളത്തെ പരിചയമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി വരുന്നു കരുതിയോ? നിങ്ങളാരും ഞാനാര്? നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന 5 ലക്ഷത്തിന് ബാങ്ക് ഗ്യാരണ്ടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത്. താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. കൊണ്ടുപോയിക്കോ. ഗെറ്റ് ഔട്ട് ആൻഡ് ഗെറ്റ് ലോസ്റ്റ്. എല്ലാം അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പാവുക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം. അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതെവിടെ? ഈ മന്ത്രി ബംഗ്ലാവിലല്ല, വഴിയോരത്ത് കിടന്ന ആ പഴയ ബസ്സില് അവരോടൊപ്പമാണ്. ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്. അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അപ്പ. ഏത് നേരത്തായി ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കിയില്ല. നീ എപ്പോഴാ ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം. ഉണ്ണിയേട്ടന്റെ ഗായത്രി, ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഈശ്വര, നമ്മുടെ രക്ഷ കരുതിയായിരിക്കും ഗായത്രി അപ്പ അങ്ങനെ. സുന്ദര, ഇനി നമ്മുടെ രക്ഷയില്ല, അവളെ രക്ഷപ്പെടുത്തുന്നത് നമ്മുടെ ലക്ഷ്യം. അയ്യോ എന്താ എന്താ சார் சும்மா வந்து கலாட்ட பண்றாங்க சார். ஒண்ணும் இல்ல சாமி, நான் இப்படியா டீசெண்டா வாக் பண்ணிட்டு இருக்கும்போது ഇവ വന്ന് എന്നെ പാത്ത് വഴി മാറാൻ ഞൊണ്ടിന്ന് കൂപ്പിട്ടിருக்காப்ல. എടോ പാണ്ടി, തന്നെ ഞൊണ്ടി എന്നല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാനാ? എന്നടാ சொன்னே? എന്റെ അപ്പൻ ചത്തു നിന്ന്. നീ എനിക്ക് പണം തര വേണ്ടി വാ, ഉനക്ക് വോയിസ് கிடையாது. അല്ല മുതലാളിയുടെ വെള്ളമടിച്ച് വീണു. மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு பர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. மினிஸ்டர் வீட்டுக்கா? ஆமா சார். என்ன மினிஸ்டர் வீட்டுக்கு பர்னிச்சர் உள்ள இருந்து போடு. ஆமா, இந்த மூஞ்சியை நான் எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன்.
எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். സാർ ഫർണിച്ചർ ഉള്ളിൽ പോകണം. சரி சரி ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளிய போ. போ போ. பாத்து பாத்து என்ன மாமா இதெல்லாம்? மாப்பிள என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தன போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട. വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണ, ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്നേ വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ചായ വേണ്ട, പിരിയും. എന്നാ നമുക്ക് പിരിയാം. തലയില്ലാത്ത മനുഷ്യനാവും. പാണ്ടി ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ என்ன அது? யார் யாவ? அழுதம். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെയാണ് പൊറോട്ട അടിക്കണം. മാറിക്കടാ, മാറിക്കടാ. என்னங்க இது? സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ഫിംഗർ ചിപ്സ് റെഡിയാ? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്? ഈശ്വര, കള്ളുകുടിച്ച് നടക്ക മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാണ്. அறிவு கட்ட முண்டம் பாத்து பண்ணு. என்ன சம்பந்தம்? டேய் அறிவிட்ட முண்டோ, எங்கடா பாத்து போற? எடுத்துறியாடா ராஸ்கல். ഇതിനിടയിൽ പെണ്ണുങ്ങളൊക്കെ പിടിക്കണോടാ തെണ്ടി. വാടാ ഇവിടെ. ഊട്ടിക്ക് അതിന്റെ അപ്പനുണ്ട്. അവിടെ ഇരുന്നോ, ഞാൻ വന്ന് വിളിച്ചോളാം. இந்த ஃபர்னிச்சர் பார்ட்டி உள்ள போனதாக்கும். இதுவரை காணலையே. இவன்மாരെ എവിടെ പോയി കിടക്ക്? ஏய், இங்க என்ன பண்ணிட்டு இருக்க? ഒന്നുമില്ല സാർ, ഞാൻ அப்படியே വണ്ടി നിന്ന്. செக்யூரிட்டி எல்லாம் கீழ இருக்கணும். ശരി സാർ. ஓ, സെക്യൂരിറ്റി പിന്നെ കീഴിലാണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും. നീ
എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ ഇത്? പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ. എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. കള്ളുപിടിച്ചിട്ടുണ്ടല്ലേ? അല്ല, ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ, ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. അല്ല, അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരുമില്ലേ ഇവിടെ? അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ പതിച്ചൽ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. ഗ്യാസാ? ഗ്യാസ് അല്ല, കീഴே மேல வரக்கூடாது. ഇല്ല സാർ. என்னது? பிளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். கிடைச்சாச்சு எனக்கு ப்ரமோஷன் உറപ്പ്. കിട്ടിപ്പോയി. நீங்க எனக்கு கடவுள் மாதிரி. இனியும் பிளஸ் பண்ணுங்க சார். என்னங்க இது? മകനെ, 3 തിരുട്ട് മൂഞ്ചിയുള്ളവന്മാർ ഇന്ത പക്കം പോണത് പാത്തിയാ. എന്ത പക്കം പോനാൻ? ഓഹോ, இந்த போலீஸ் தொப்பி நீ தலைய வச்சுக்கோன்னா. ஹலோ. ஓகே. பிளஸ் பண்ணுங்க சார். Dismiss him. ഡിസ്മിസ് ആയോ? അപ്പൊ മാനവും പോച്ച്, ജോലിയും പോച്ച്, എല്ലാം പോച്ച്. അയ്യോ. സൈഡ് പ്ലീസ്, സൈഡ് പ്ലീസ്. பாண்டி அலமாரிட்டு குலுக்கல. சார் நாங்க புறப்படுறோம். ஒண்ணுங்க காணோம். காயத்ரி கூப்பிடு. மாப்பிள்ளை வீட்டுக்காரங்க புறப்படுறாங்க. என்னது? வெய் வெய் வெய். இந்த பழைய அலமாரி பொறுத்து களையா சொல்லியாச்சு. என்னது? இந்த பழைய சாமானத்தை வெளியே போட சொல்லி இருக்குது அந்த அம்மா. எந்த அம்மா? கொச்சம்மா, കുഞ്ഞമ്മ, சின்னம்மா. ஏன் பொண்ணா? ഉണ്ണി പെണ്ണ്. உங்க பொண்ணு. ഉണ്ണി പെണ്ണ്. உங்க பொண்ணுங்க. ஏன் பொண்ணுதான் சொன்னாலா? ஆமாங்க. அப்ப எடுத்துட்டு போ. காயத்ரி தா உள்ளே இருக்குது. என்னது? உள்ளே? வீட்டுக்கு உள்ளில் இருக்க. பிடி பிடி பிடி. போட்டோ கிருஷ்ணா ராதா ஸ்டாச்சு மாதிரி. சும்மா இல்லடா. எம்ஆர் ராதா, எம்என் நம்பியார் சில்பம். டேய் விடுடா. ஐயா எம்ஜிஆர் ஜெயலலிதா படங்க போதுமா? சாத்திட்டீங்களா? டேய் போடுடா. மேரி எடுத்தோ. நீ ஐ இന്ന് പോയടാ. ഇല്ല, ഞാൻ തോക്കില്ല. അയ്യോ, തോക്ക്. ഈ തോക്ക ആരും അനങ്ങരുത്. കൊല്ലും ഞാൻ. എന്റെ നേരെ ചൂണ്ട, എന്റെ നേരെ ചൂണ്ട. ആരും അനങ്ങരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലും ഞാൻ ഇവളെ. அப்பா, என்ன இவர் கூட விட்டுடப்பா, இல்லன்னா இவர் என்ன சுட்டுடுவப்பா. കേട്ടാ? മൂവില്ല, അമൃതാഞ്ജനം മതിയാ. അയ്യോ, വരരുത്. എന്നെ വെറുതെ ഒരു കൊലപാതകയാക്കരുത്. കൊല്ലും ഞാൻ ഇവളെ.
சுடுறா சுடுறா சுடுறா. இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோம், ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதுல நான் உன்னை சேர்த்தனே ஏன்? நீ நல்லா வரணுங்கிறதுக்காக தான். இந்த ஊர்ல பல காலேஜ் இருந்தோம், உன்னை நம்பர் 1 காலேஜ்ல சேர்த்தனே ஏன்? நீ நல்லா வளரணும்ன்றதுக்காக தான். உன்னை கட்டிக்கிறதுக்கு எத்தனையோ மாப்பிள்ளை இருந்தோம், நான் தேடி கண்டுபிடிச்சு ஏன் இந்த மாப்பிள்ளை கொண்டு வந்தேன்? நீ நல்லா வாழணும்ன்றதுக்காக தான். அப்படி இருக்கும்போது எப்படி இதெல்லாம் சொல்லு. വേണ്ട സാർ, ഇനി അവളൊന്നും ചെയ്യരുത്. എൻ്റെ ബസ്സിൽ ആദ്യം വന്ന് കയറിയപ്പോൾ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ. സ്നേഹിച്ചു പോയി. മിനിസ്റ്ററുടെ മകളാന്ന് പറഞ്ഞപ്പോൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ, പറ്റിയില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത്. മനഃപൂർവ്വം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവിടെങ്കിലും നേടണമെന്ന് തോന്നി. എൻ്റെ ഒരു സ്വാർത്ഥത. ഗായത്രി സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഇപ്പൊ ഞാൻ കാരണം എനിക്കൊന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. വന്നതും ചെയ്തതൊക്കെ തെറ്റ്. ഞാൻ പോക്കോളാം. அப்படி போனா எப்படிடா? இங்க இருந்து இறங்கி ஊரெல்லாம் சுத்தி நின்ற கூட கழிஞ்ச இவள் கெட்டு போனவள் எனக்கு நல்லா தெரியும். அது தெரிஞ்ச இவளை கல்யாணம் பண்ணலாம் நினைச்சது எதுக்கு தெரியுமா? எனக்கு எங்க அப்பாவுக்கும் பெரிய பெரிய ஆசைகள் இருக்கு, அது நிறைவேற்றுறதுக்கு. அதெல்லாம் ஒரே நிமிஷத்துல கெடுத்துலாம் நினைச்சியா? முன்னி என்ன விட்டடா. அப்ப அவரை விட்டுட சொல்லப்பா. புடுங்கடா. நீங்களும் சொல்லுங்க, அவங்களை விட்டுட சொல்லுங்க. அவன் பண்றது கரெக்ட் தானே? உன்னை கட்டிக்க போறவன் அவனுக்கு ஃபீலிங்ஸ் இருக்காதா? பொரோட்டா அடிக்கிறவாடி. സാറ് നിൽക്കുമ്പോ ഗായത്രി കുട്ടിയെ തല്ലി, അതുകൊണ്ടാ. ക്ഷമിക്കണം. அப்பா அவர் போறாருப்பா, என்ன விட்டுடப்பா. நான் அவர் கூட போறேன். ப்ளீஸ் அப்பா, என்ன விட்டுடப்பா. அப்பா உன்னிட்டா. அப்பா ப்ளீஸ் பா, நான் அவர் கூட போறேன்ப்பா. அப்பா அவர் போறாருப்பா. அப்பா ப்ளீஸ் என்ன விட்டுடுங்க, நான் அவர் கூட போறேன்ப்பா. ப்ளீஸ் என்ன விட்டுடுங்கப்பா, நான் போறேன். என்ன விட்டுடுங்கப்பா. என்ன விட்டுடுங்க. அப்பா அப்பா அவர் போயிட்டாருப்பா. அவர் போயிட்டாருப்பா. அப்பா
நீ நல்லா வரணும். എലി നിനക്ക് സന്തോഷമായല്ലേ? ഞങ്ങൾക്ക് സന്തോഷമായടാ.